റഷ്യയുടെ സകലതും തവിടുപൊടിയാക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചകൾക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. എണ്ണ ശുദ്ധീകരണശാലകൾ കത്തിയെരിയുന്നു, ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു, 10 ലക്ഷത്തോളം ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാൻ നിർദ്ദേശം. അതിർത്തികൾ ഭേദിച്ചെത്തുന്ന ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഈ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഒരു വൻ ശക്തിയുടെ തന്നെ ആഭ്യന്തര സുരക്ഷയെ പ്രതിസന്ധിയിലാക്കുകയാണോ? ഒറ്റ രാത്രി കൊണ്ട് 326 ഉക്രൈനിയൻ ഡ്രോണുകളാണ് റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞത്. എന്നാൽ സമറ മേഖലയിലെ കുയിബിഷേവ് ഓയിൽ റിഫൈനറി പൂർണ്ണമായും കത്തിയെരിയുകയാണ്. നോവോകുയിബിഷേവ്സ്കിൽ 10 ലക്ഷം ജനങ്ങളോടാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഗവർണർമാർ ആവശ്യപ്പെട്ടത്. മരിയുപോൾ തുറമുഖത്തെ ഊർജ്ജ ഗതാഗത സംവിധാനങ്ങൾ ആക്രമണത്തിൽ തകർന്ന് ഇരുട്ടിലായി. ക്രിമിയയിലെ സൊവാസ്റ്റോപോളിലുള്ള റഷ്യൻ സാമ്രാജ്യത്തിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പനോരമ മ്യൂസിയത്തിനും ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ചു. സകലതും ചാമ്പലാകുന്ന ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണത്. യുദ്ധമുന്നണിയിൽ നേരിട്ട് പൊരുതാൻ കഴിയാത്ത ഉക്രൈൻ ഇപ്പോൾ റഷ്യയുടെ സാധാരണ ജനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് അതിക്രൂരമായി ലക്ഷ്യമിടുന്നത്. മോസ്കോ സിഫെ റെപോൾ റൂട്ടിലോടുന്ന 68-ാം നമ്പർ പാസഞ്ചർ ട്രെയിനിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ലോക്കോ പൈലറ്റിന്റെ സഹായി കൊല്ലപ്പെട്ടു. ഇതോടെ ക്രിമിയയിലെ രാത്രികാല ട്രെയിൻ സർവീസുകൾ റഷ്യയ്ക്ക് വെട്ടിച്ചുരുക്കേണ്ടി വന്നു. അവധിക്കാലം തുടങ്ങാനിരിക്കെ ക്രിമിയൻ ഉപദ്വീപിൽ സാധാരണക്കാർക്ക് പെട്രോൾ നൽകുന്നത് പൂർണ്ണമായും വിലക്കിയിരിക്കുകയാണ്. എമർജൻസി സർവീസുകൾക്കും സർക്കാർ വൗച്ചറുകൾ ഉള്ളവർക്കും മാത്രമാണ് ഇപ്പോൾ ഇന്ധനം ലഭിക്കുന്നത്. ഇതൊരു സാധാരണ സൈനിക നീക്കമല്ല. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയും തകർത്ത് അവരെ വിലപേശലിന് നിർബന്ധിതരാക്കാനുള്ള ഉക്രൈന്റെ ഒരു അപകടകരമായിട്ടുള്ള ഒരു തന്ത്രമാണിത്. ഖാന്തി മാൻസിസ്ക്, ട്യൂമൻ, പേം തുടങ്ങിയ റഷ്യയുടെ ഹൃദയഭാഗത്തുള്ള എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ അപൂർവമായി വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങുന്നത് ഇതിന്റെ തെളിവാണ്. അതിർത്തിയിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പിൻവലിച്ച് രാജ്യത്തിനകത്തെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കാവൽ നിർത്തേണ്ട അവസ്ഥയിലേക്കാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. യുദ്ധം അതിർത്തികൾ കടന്ന് രാജ്യത്തിന്റെ ജീവനാഡികളായിട്ടുള്ള എണ്ണശാലകളിലേക്കും സിവിലിയൻ മേഖലകളിലേക്കും പടരുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. സമാധാന ചർച്ചകളെ അട്ടിമറിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് വരും ദിവസങ്ങളിൽ റഷ്യ നൽകാൻ പോകുന്ന തിരിച്ചടി സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. ഇത് ലോകരാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയും ആഗോള വിപണിയെയും എപ്രകാരം ബാധിക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക്.